ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എൽ നിനോ. കേട്ടിട്ടുണ്ടോ? ഇനി എന്തായാലും നമ്മളതൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. എന്താണ് എൽ നിനോ എന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്നത് ഒരു ക്ലൈമറ്റ് ഫിനോമിനയാണ്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ചില 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 കാര്യങ്ങളാണ് എൽ നിനോ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു എൽ നിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, വാർമിംഗ് ഓഫ് സീ സർഫസ് ടെമ്പറേച്ചർ ആണ്. എവിടെ? സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക് ഓഷൻ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി. പസഫിക് ഓഷന്റെ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പാർട്ട്, അവിടെ ഇത്തിരി കൂടുതലായിട്ട് എന്താണ്, കടൽ വെള്ളം അവിടെ ചൂടാകുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലൈമറ്റിക് ഫിനോമിനയാണ് എൽ നിനോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എവിടെയാണ് സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക് എന്ന് പറയുമ്പോൾ അതുണ്ടോ ഗ്ലോബൽ ഈ ഒരു ഭാഗത്ത്. അപ്പൊ നമുക്ക് ഇതറിയാലോ, ഇത് ഇക്വേറ്റർ അല്ലേ, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്, ഇത് നോർത്ത്, നമുക്കറിയാലോ. അപ്പോ ഇവിടെ സംഭവിക്കുന്ന ഇതാണ്, സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക്കില് പതിവില് കവിഞ്ഞ് നോർമലി അല്ലാതെ ഒരു ഇത്തിരി ചൂട് കൂടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, എൽ നിനോ. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മളത് പറയുമ്പം ഇതിനു മുമ്പ് പഠിച്ച കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തു പോവാം. ഓക്കെ, ഇത് അതിന്റെ ഒരു ഫ്രീക്വൻസി നോക്കിക്കേ, 2 to 7 ഇയേഴ്സ് കണ്ടോ. എവറി 2 to 7 ഇയേഴ്സ്, 2 വർഷം അല്ലെങ്കിൽ 7 വർഷം കൂടുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു പ്രതിഭാസം, ക്ലൈമറ്റിക് ഇമ്പാക്റ്റ് ഉണ്ടാകാറുണ്ട്. എവിടെ? സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക് ഓഷനിൽ. അത് നമ്മുടെ ഗ്ലോബൽ ക്ലൈമറ്റിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ സംഭവം. എൽ നിനോ എന്നുള്ള ആ വാക്കില്ലേ, അതിന്റെ പേരിന്റെ അർത്ഥം കണ്ടോ, സ്പാനിഷ് വേർഡാണ് ലിറ്റിൽ ബോയ് എന്നാണ് ആ വേർഡിന്റെ മീനിങ്. ഇനി എങ്ങനെയാണ് ഈ എൽ നിനോ ഉണ്ടാവുക? അപ്പൊ നമുക്ക് നോർമൽ കണ്ടീഷൻ എന്താണെന്നൊന്ന് മനസ്സിലായല്ല. എൽ നിനോ നോർമലിൽ നിന്ന് എന്തോ ഒരു അബ്നോർമൽ ആയിട്ട് എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നോർമൽ എന്താന്ന് മനസ്സിലാക്കിയാലേ അബ്നോർമൽ ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻ, അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ, ഓഷ്യനിക് കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് കളിക്കുന്ന മെയിൻ ഹീറോ എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? ട്രേഡ് വിൻസ് ആണ്. കണ്ടോ, ട്രേഡ് വിൻസ് എന്ന് നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല, ഇവിടെ ഒന്ന് വായിച്ചു നോക്കിയേ. ട്രേഡ് വിൻസ് ആർ സ്റ്റഡി കൺസിസ്റ്റന്റ് വിൻസ്. കണ്ടോ, സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഒരേ ഫ്ലോയിൽ വരുന്ന കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വിൻസ് ആണ്. അത് എവിടുന്ന് എങ്ങോട്ടാ ഫ്ലോ ചെയ്യുന്നത്? നമ്മൾ ഗ്ലോബിൽ നമ്മൾ കണ്ടു, ഈസ്റ്റ് എവിടെയാണ്? ഈസ്റ്റ് ടു വെസ്റ്റിലേക്കാണ് ബ്ലോ ചെയ്യുന്നത്. ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കാണപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നോക്കണം, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രോങ് വിൻഡാണ്. പിന്നെന്തോ ഈസ്റ്റ് ടു വെസ്റ്റിലാണ് പോകുന്നത്, ട്രോപ്പിക്കൽ റീജിയനിലാണ്. 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. ഈ ലാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, നോക്കോ. ട്രേഡ് വിൻസ്, ഇപ്പം നമുക്കറിയാം ഗ്ലോബല്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്, ഇത് നോർത്ത്. അപ്പോ ഇങ്ങനെ ഒരു വാമർ ആയിട്ടുള്ള, ഞാൻ പുറത്തുനിന്ന് വരച്ചതേ ഉള്ളൂ കേട്ടോ. എന്തുമായാലും ഇങ്ങനെ ട്രേഡ് വിൻസ് ഉണ്ട്, ഇങ്ങനെ വരും. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വരുന്ന ഒരു കാറ്റാണ്. സ്ട്രോങ് സ്റ്റഡി ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വിൻഡാണ് ഈ ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് 30 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇക്വേറ്ററിൽ നിന്ന് എന്തോരം മീൻസ് ഡിസ്റ്റൻസ് വരെ എത്തും എന്നുള്ളതാണ് ലാറ്റിറ്റ്യൂഡ് കേട്ടോ. ഈ ഇക്വേറ്ററിൽ നിന്ന് എത്ര മാറി, 30 ഡിഗ്രി സൗത്ത്, 30 ഡിഗ്രി നോർത്ത്, ആ ഏരിയയിലാണ് ഈ ട്രേഡ് വിൻസ് ഉള്ളത്, ട്രേഡ് വിൻസിന്റെ ഇമ്പാക്റ്റ് ഉള്ളത്, ട്രേഡ് വിൻസ് വീശുന്നത്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ മൂവ് ചെയ്യും. എന്താണ് ട്രേഡ് വിൻസ് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ട്രേഡ് വിൻസ് ഇറ്റ് ബ്ലോ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് അക്രോസ് പസഫിക്. അപ്പൊ അവർ എന്താ ചെയ്യുന്നതെന്നറിയോ? പുഷിങ് വാം സർഫസ് വാട്ടർ. കണ്ടോ, പസഫിക്കിലെ വാം ആയിട്ടുള്ള സർഫസ് വാട്ടറിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? വാം വാട്ടറിനെ എങ്ങോട്ട് കൊണ്ടുപോകും? ഇന്തോനേഷ്യ ആൻഡ് ഓസ്ട്രേലിയ. ഇന്തോനേഷ്യ ആൻഡ് ഓസ്ട്രേലിയ എന്ന് പറയുമ്പോഴത്തേക്ക്
ഏകദേശം ഈ ഏതാണ്ട് ഈ ഭാഗത്ത് വരും ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ ഇവിടെ ഇടക വരും. ഓക്കെ, ഞാൻ ബാക്കിൽ പോട്ടെ. അപ്പം വാം സർഫസ് വാട്ടറിനെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു ടുവേഴ്സ് ഇന്തോനേഷ്യ ആൻഡ് ഓസ്ട്രേലിയ. അപ്പോ അങ്ങനെ വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇപ്പം ഇത് കടൽ അല്ലേ, കടലില് ഇത് വെസ്റ്റ് എന്ന് മനസ്സിലാക്കുക, ഇത് ഈസ്റ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടുത്തെ ഹോട്ടായിട്ടുള്ള വാമായിട്ടുള്ള വെള്ളത്തിനെ ഇങ്ങോട്ട് നമ്മുടെ എവിടോട്ടാ വരുന്നത്? ഓസ്ട്രേലിയ ഇന്തോനേഷ്യയിലേക്ക് കൊണ്ടുവരും. ഓസ്ട്രേലിയ ഇന്തോനേഷ്യയിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കോൾഡ് ആയിട്ടുള്ള വാട്ടർ അടിയിൽ നിന്ന് മുകളിലേക്ക്, ഇനി അപ്വെല്ലിങ് എന്ന് പറയും, മുകളിലേക്ക് വരും കണ്ടോ. അപ്പൊ ഇങ്ങനെ വരുന്ന ആ ഒരു വാട്ടർ കറന്റ് ന്യൂട്രിയൻ റിച്ച് ആയിരിക്കും കണ്ടോ. അപ്പൊ ദിസ് അലൗസ് കോൾഡ് ന്യൂട്രിയൻ റിച്ച് വാട്ടർ ടു റൈസ് നിയർ ദ കോസ്റ്റ് ഓഫ് ദി സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം, ഇപ്പം നമ്മൾ ഗ്ലോബ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് വരും കേട്ടോ സൗത്ത് അമേരിക്ക. അപ്പം എന്താ വരുന്നത്, എന്താ പറ്റിയത് കണ്ടോ, ന്യൂട്രിയൻ റിച്ച് വാട്ടർ റൈസസ് നിയർ ദ കോസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക. അതിനെ അപ്വെല്ലിങ് എന്ന് പറയും കേട്ടോ. അപ്പൊ അത് ഒരുപാട് നല്ലതാണ്, മറൈൻ ലൈഫിനും ഫിഷറീസിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പൊ ഈ വെസ്റ്റേൺ പസഫിക് അപ്പൊ എന്താ പറ്റുക, ചൂട് വെള്ളം ഇങ്ങോട്ട്, ട്രേഡ് വിൻസ് ആണ് ഇത്, ട്രേഡ് വിൻസിന്റെ ഇമ്പാക്ട് കൊണ്ടാണ് ഇത് വരുന്നത്, സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ വെസ്റ്റേൺ ഇത് വാമർ ആവും, ബെറ്റർ ആവും. നമുക്കറിയാം ഓഷൻ വാട്ടർ ഇവിടെ വാം വെറ്റ് ആവുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു സൈക്ലോൺ പഠിച്ചപ്പോൾ ഇവിടെ എന്താണ് ഒരു ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യും. കാരണം എന്താണ്, ഇവിടെ ഉള്ള എയർ ചൂടായി മുകളിലോട്ട് പോകുമ്പോൾ അപ്പോൾ അവിടെ മഴയ്ക്ക് സാധ്യതയുണ്ടേ. അത് നമ്മൾ മനസ്സിലായിക്കോണം. പ്രസിപ്പിറ്റേഷൻ അതിന് ചാൻസ് ഉണ്ട്, കാരണം ഇവിടെ ചൂട് വെള്ളം വരുന്നുണ്ട്. ഇവിടുന്ന് ഈ ട്രേഡ് വിൻഡ് ഇങ്ങനെ വീശി ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വീശുമ്പോൾ ഈസ്റ്റിൽ നിന്നുള്ള വാമായിട്ടുള്ള സർഫസ് വാട്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെസ്റ്റിലോട്ട് വരുന്നത് കൊണ്ട് അല്ലേ. അപ്പോൾ വെസ്റ്റ് എന്താവും, വാമർ ആൻഡ് വെറ്റർ ആവും. വെൽ ദ ഈസ്റ്റേൺ പസഫിക് അവിടെ എന്തുണ്ട്, കൂളർ ആൻഡ് ഡ്രയറും ആയിരിക്കും. കാരണം വാം വാട്ടർ അവിടെ കിട്ടാത്തതുകൊണ്ട് പ്രസിപ്പിറ്റേഷൻ കുറവായിരിക്കുമല്ലോ. ഓക്കെ, ഇനി ഇതിപ്പോ നോർമലിലെ കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എൽ നിനോ ടൈമിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കണം. ഈ ട്രേഡ് വിൻസ് കണ്ടില്ലേ, അത് അങ്ങ് വീക്കായി പോവും. അയ്യോ, വീക്കായി പോകുമ്പോൾ എന്ത് പറ്റും, അതിന് അങ്ങനെ സർഫസ് വാട്ടർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. വെള്ളം ഇങ്ങോട്ട് ഒഴുകും, അലോവിങ് വാം വാട്ടർ ടു സ്പ്രെഡ് ഈസ്റ്റ് വേർഡ് ടുവേഴ്സ് ദി സൗത്ത് അമേരിക്ക. കണ്ടോ, ഈസ്റ്റ് വേർഡ് ടുവേഴ്സ് ദി സൗത്ത് അമേരിക്ക. ഞാൻ പറഞ്ഞാലും സൗത്ത് അമേരിക്ക ആൾമോസ്റ്റ് ഇവിടെ വരും. ഓക്കെ, ഞാനിനി കാണിക്കാം അപ്പൊ നിങ്ങളെ. എന്തുണ്ട് ഇതില് ജസ്റ്റ് ആ മൂവ്മെന്റ്, വാട്ടറിന്റെ നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ വരും, പക്ഷെ ട്രേഡ് വിൻഡ് ഇങ്ങോട്ടായിരുന്നു കൊണ്ടുപോകേണ്ടത്, പക്ഷെ കണ്ടോ ഇങ്ങനെ കാറ്റ് അടിച്ചിട്ടുണ്ടോ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഉണ്ട് സ്പ്രെഡിങ് ഉണ്ടോ ഇവിടെ, ഉണ്ട്. അപ്പം അതാണ് ഈ എൽ നിനോ എന്ന് പറയുന്നത്. ട്രേഡ് വിൻഡ്സ് വീക്കായി പോകുന്നത് കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്വെല്ലിങ് സ്റ്റോപ്പ് ആവും കണ്ടോ. ഇവിടെ വാം വാട്ടർ അപ്പൊ ഇവിടെ തന്നെ നിൽക്കും. ഇവിടെ സ്പ്രെഡ് ചെയ്യുമ്പോൾ, ഈസ്റ്റ് സൈഡിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ അപ്വെല്ലിങ് ഉണ്ടല്ലോ, അടിയിൽ നിന്ന് കോൾഡ് വാട്ടർ മുകളിലേക്ക് വരുന്നത്, അത് സ്റ്റോപ്പ് ആവും. അപ്വെല്ലിങ് സ്റ്റോപ്പ് ആവും. അപ്പൊ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈസ്റ്റേൺ പസഫിക്കിൽ വാം വാട്ടേഴ്സ് വരും കേട്ടോ. മറൈൻ എക്കോസിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലായിരുന്നു അപ്വെല്ലിങ്. മറൈൻ എക്കോസിസ്റ്റത്തിനെ അത് വല്ലാതെ ബാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് എൽ നിനോ. എൽ നിനോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റി, ട്രേഡ് വിൻഡ് വീക്കായി. ട്രേഡ് വിൻഡ് വീക്കായപ്പോൾ എന്ത് പറ്റി, വാമ വാട്ടർ വെസ്റ്റിലോട്ട് പോകുന്നതിന് പകരം എങ്ങോട്ട് പോയി, ഈസ്റ്റിലോട്ട് ഒഴുകി. ഈസ്റ്റിൽ വാം വാട്ടർ വന്ന് നിറഞ്ഞു, അപ്വെല്ലിങ് കുറഞ്ഞു എന്നല്ല, നിന്നു. ഓക്കെ, അപ്പം വെതർ പാറ്റേൺസ് മൊത്തത്തിൽ ഷിഫ്റ്റ് ആവും. മൺസൂൺ മഴ വേണ്ട സമയത്ത് വേണ്ടിടത്ത് പെയ്യാതെ വരും. ആവശ്യമില്ലാത്തടത്ത് ഡ്രോട്ട്സ് ആവും, ഭയങ്കര എന്താണ് വരൾച്ചയൊക്കെ ആവും. കണ്ടോ, അതാ പറയുന്നത് ഹെവി റെയിൻഫാൾ ചിലയിടത്ത്. ഓക്കെ, അപ്പൊ ഇനി ഇഫക്ട്സ് നോക്കാം, എന്തൊക്കെ ആണ് സംഭവിക്കുന്നത് എൽ നിനോ സമയത്ത്. വേൾഡ് വൈഡ് കേട്ടോ ഭയങ്കര
കണ്ടോ? എന്തോ മഴയാണ്. എവിടെയാ ഭയങ്കര മഴ വരിക? സൗത്ത് അമേരിക്ക. ആ ഞാൻ ഗ്ലോബ് വരച്ചപ്പോ പറഞ്ഞായിരുന്നല്ലോ. അല്ലേ, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. സൗത്ത് അമേരിക്ക ഇവിടെയായിട്ട് വരും. സാധാ നോർമലി ട്രേഡ് വിൻഡ്സ് വാമർ എയറിനെ വാമർ വാട്ടറിനെ എയറല്ല, വാട്ടറിനെ ഇങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്. ഈ ട്രേഡ് വിൻഡ്സ് വീക്ക് ആയപ്പോഴത്തേക്ക് വാമർ വാട്ടർ ഇങ്ങോട്ട് വന്നു അല്ലേ? അപ്പൊ ഇവിടെ ഭയങ്കര മഴ വരത്തില്ലേ? ആ നമുക്കറിയാം പ്രസിപ്പിറ്റേഷൻ കൂടും. അതാണ് സംഭവിച്ചത്. സൗത്ത് അമേരിക്ക, പെറു, എക്വഡോർ, ചിലിയിലൊക്കെ ഹെവി റെയിൻ ആൻഡ് ഫ്ലഡ്സ് ഉണ്ടായി. ഓ, അപ്പോ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ അവിടെ. അപ്പോ ഇവിടെ ഡ്രോട്ട്സ് ആൻഡ് വൈൽഡ് ഫയർ. എന്തുകൊണ്ടാന്ന് നമുക്ക് മനസ്സിലായില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ? ഇത് വെസ്റ്റ് ഒന്നുകൂടെ വരയ്ക്കുകയാണ്. വെസ്റ്റ്, ഈസ്റ്റ്, ട്രേഡ് വിൻഡ് ഇങ്ങോട്ട് അടിക്കേണ്ടതായിരുന്നു. അത് വീക്ക് ആയപ്പോഴത്തേക്ക് വാം വാട്ടർ ഇങ്ങോട്ട് വന്നു. ഈസ്റ്റ് ഇവിടെ സൗത്ത് അമേരിക്കയിലൊക്കെ വലുതായിട്ട് പ്രസിപ്പിറ്റേഷൻ കിട്ടി, അതായത് മഴ. ഓസ്ട്രേലിയയൊക്കെ ഈ ഭാഗത്ത് വരും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യയൊക്കെ ഈ ഭാഗത്തായിട്ടൊക്കെ വരും. അപ്പം ഇവിടെ എന്താണ്, ഈ വാം വാട്ടർ എത്തുന്നില്ലല്ലോ നോർമലി, നേരത്തെ അല്ലെങ്കിൽ എത്തേണ്ടതായിരുന്നു. എത്താത്തത് കൊണ്ട് ഇവിടെ ആ ഒരു പ്രസിപ്പിറ്റേഷൻ ഒന്നും അത്രയും ഇതായിട്ട് വരത്തില്ല. പ്രസിപ്പിറ്റേഷനേ ഇല്ലാതെ വരും. അപ്പം ഡ്രോട്ട്, വൈൽഡ് ഫയർ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. ഈ ഇന്ത്യ ആൻഡ് സൗത്ത് ഏഷ്യ, ഇതിൽ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യന്റെ പൊസിഷൻ. അതിനു മുമ്പ് ഇതിനകത്ത് നമുക്ക് ഈ പിക്ചറിൽ നമുക്ക് കാണാം കണ്ടോ, ഇത് നോർമൽ ട്രെൻഡ് ആണ് കണ്ടോ. ഇത് സൗത്ത് അമേരിക്ക, അതിന്റെയൊക്കെ പൊസിഷൻ നിങ്ങൾ നോക്കിയേണ്ട. സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഇവിടെ ഏഷ്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഇതൊക്കെ ഈ ഭാഗത്തോട്ട് വരും. ഓസ്ട്രേലിയ നോർമലി ട്രേഡ് വെന്റ് കണ്ടോ ഇങ്ങോട്ട് വീശുമ്പം ഇങ്ങോട്ട് വാം വാട്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് കണ്ടോ, അതാ റെഡ് കളറിൽ കാണുന്നത്. ഇവിടെ എന്താണ് അപ്പ് വെല്ലിങ്ങും ഉണ്ട് അല്ലേ, അടിയിലത്തെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള വാട്ടർ മുകളിലേക്ക് വരുന്നത് നോർമൽ. പക്ഷേ എൽ നീനോ വരുമ്പോഴത്തേക്ക് ട്രേഡ് വിൻഡ് വീക്ക് ആവുന്നു. വീക്ക് ആവുമ്പോഴത്തേക്ക് തിരിച്ച് വാം വാട്ടർ കണ്ടോ എങ്ങോട്ട് പോകണ്ടായിരുന്നു, വെസ്റ്റിൽ പോകേണ്ടത് ഈസ്റ്റിലോട്ട് വന്നു. അപ്പൊ ഇവിടെ പ്രസിപ്പിറ്റേഷൻ എല്ലാം കൂടി കണ്ടോ. ഓസ്ട്രേലിയയിൽ അപ്പം എന്താ ചൂട് ആയിപ്പോയി. എന്താണ് ഇവിടെ ആവശ്യത്തിന് പ്രസിപ്പിറ്റേഷൻ ഒന്നും കിട്ടത്തില്ല. ഇതാണ് എൽ നിനോ. ഓക്കെ. ഇന്ത്യ, സൗത്ത് ഏഷ്യ. അപ്പം ആ ഒരു പൊസിഷൻ തന്നെയാണ്. അവിടെ പ്രസിപ്പിറ്റേഷൻസ് കുറവായോണ്ട് മൺസൂൺ എല്ലാം വീക്കാവും കണ്ടോ. ലോ ക്രോപ്പ് പ്രൊഡക്ഷൻ, പിന്നെ ഡ്രോട്ട് ഇത് തന്നെ. അപ്പൊ മഴ കിട്ടുന്നത് സൗത്ത് അമേരിക്ക, ഓർത്ത് വെച്ചോ. സൗത്ത് അമേരിക്കയിൽ ആണ് നല്ല മഴ കിട്ടുക. ഇനി നോർത്ത് അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇത്തിരിയുടെ വാമർ ആയിട്ടുള്ള വിന്റേഴ്സ് ആണ്. അതുകൊണ്ട് റെയിൻഫാൾ അവിടെ കൂടുന്നുണ്ട്. നോർത്ത് അമേരിക്കയും ആ ഗ്ലോബിന്റെ ആ ഒരു ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ടായിരുന്നല്ലോ, ഈ ഭാഗത്തോട്ട്. സൗത്ത് അമേരിക്ക ഇവിടെ ആയിട്ട് വന്നു. അപ്പം ക്ലൈമറ്റ് എങ്ങനെയാണ്? വാമർ വിന്റർ ആണ്. ഇൻക്രീസ്ഡ് റെയിൻഫാൾ അവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ സതേൺ US ആൻഡ് സ്ട്രോങ്ങർ സ്റ്റോംസ് ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ആഫ്രിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പൊസിഷൻ കണ്ടോ, ഏകദേശം ഒരു സെൻട്രൽ ആ ഒരു റീജിയനിൽ വരും. അപ്പം എന്താണ്, വാമായിട്ടുള്ള വാട്ടർ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ അധികം മഴ ലഭിക്കാൻ സാധ്യത കുറവാണ്. പാർട്സ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക ഈസ്റ്റ് ആഫ്രിക്ക കണ്ടോ. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്ലോബിന്റെ ഈ ഭാഗത്തോട്ട്. അപ്പൊ അവിടെ ഉള്ള ഭാഗത്ത് മഴ കുറച്ചൊക്കെ കിട്ടും. എന്നാൽ സതേൺ ആഫ്രിക്ക ഇത്തിരി ഇങ്ങോട്ട് മാറി സെൻട്രലിലോട്ട് വരുന്ന ആ ഒരു ഏരിയയിൽ ഡ്രോട്ട് ആയിരിക്കും, അത്രത്തോളം മഴ കിട്ടത്തില്ല. ഇനി ഇമ്പാക്ട്സ് ഓൺ ഓഷ്യൻ ആൻഡ് മറൈൻ ലൈഫ്. അപ്വെല്ലിങ് നിൽക്കുന്നു, അപ്വെല്ലിങ് നടക്കത്തില്ല എന്ന് നമ്മൾ കണ്ടില്ലേ. അപ്പൊ വാം വാട്ടർ ഈസ്റ്റിലോട്ട് വന്നപ്പോഴത്തേക്ക് അത് ഇത് പറ്റി, അവിടെ മറൈൻ സ്പീഷീസിനെയൊക്കെ കൊന്നു, ഫിഷറീസിനെയൊക്കെ ഡിസ്ട്രപ്റ്റ് ചെയ്തു. പ്രധാനമായിട്ടും പെറു ആൻഡ് ഇക്വഡോർ കോസ്റ്റില് അതൊരു ഇമ്പാക്റ്റ്. കോറൽ ബ്ലീച്ചിങ് ഉണ്ടോ, വെള്ളത്തിന്റെ ചൂട് കൂടിക്കഴിഞ്ഞാല് കോറൽ റീഫ്സ് ഉണ്ടല്ലോ, അതിനകത്തുള്ള ആൽഗകളൊക്കെ ചത്തുപോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് വൈറ്റ് കളറിലായിട്ട് മാറും, ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ്ഡ് സീ ടെമ്പറേച്ചർ. ഇനി എക്കണോമിക് ഇഫക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ മഴ കുറയുമ്പം അഗ്രികൾച്ചറൽ ഈൽഡ് കുറയും. ഡ്രൗട്ട് ഹിറ്റ് ആയിട്ടുള്ള ഏരിയാസ്, അഗ്രികൾച്ചറൽ ഈൽഡ് കുറഞ്ഞാൽ
അത് നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തില്ലേ? ലോസ് ഓഫ് ഫിഷിംഗ് ഇൻഡസ്ട്രിയിലും മീനുകൾ ഒക്കെ എന്താണ് നല്ല ഒരു എന്താണ് നല്ലൊരു ഫിഷ് കളക്ഷൻ ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഫുഡ് പ്രൈസസ് ഡ്രോട്ട് ആകുമ്പോഴത്തേക്ക് ഫുഡ് പ്രൈസസ് ഒക്കെ കൂടും, എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി എല്ലാം ഉണ്ടാവും. ഇനി ഈ എൽനിനോ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം? എങ്ങനെ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, എൽനിനോ തന്നെയാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? സീ സർഫസ് ടെമ്പറേച്ചർ നോക്കി, SST നോക്കിക്കൊണ്ട്. അപ്പം ഇതെങ്ങനെയാ നോക്കുന്നത്, എവിടത്തെയാ നോക്കുന്നത് ടെമ്പറേച്ചർ? സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക് പോർഷനിൽ ഒരു 0.5 ഡിഗ്രി സെൽഷ്യസ് നോർമൽ ടെമ്പറേച്ചറിനെക്കാട്ടിൽ കൂടുകയാണെങ്കിൽ, എത്ര നാളത്തേക്ക്, ഒരു അടുപ്പിച്ചിട്ടുള്ള ഒരു 5 മാസം കൂടി നിൽക്കുകയാണെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കണം. എൽനിനോ മനസ്സിലായല്ലോ. പസഫിക്കില് 0.5 ഡിഗ്രി സെൽഷ്യസ് നോർമലിൽ നിന്ന് 5 മാസം കൂടി നിൽക്കുകയാണെങ്കിൽ അത് ഒരു എൽനിനോ ഇവന്റ് ആയിരിക്കും. സീ സർഫസ് ടെമ്പറേച്ചർ നോക്കിയിട്ട്. ഇനി അടുത്തത് സതേൺ ഓസിലേഷൻ ഇൻഡെക്സ്, അത് വെച്ചിട്ട് എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? അതെങ്ങനെയാ മെഷർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പ്രഷർ ഡിഫറൻസ് നോക്കും. എവിടത്തേക്കാണെന്ന് അറിയാമോ? ബിറ്റ്വീൻ സെൻട്രൽ പസഫിക്കിലെ താത്തി ആൻഡ് ഓസ്ട്രേലിയയിലെ അല്ല ഡാർവിൻ റീജിയൻ. ഇപ്പം സപ്പോസ് ഞാൻ സിമ്പിളായിട്ടൊരു ഗ്ലോബ് വീണ്ടും വരച്ചു. ഇതെന്ന് പറയുന്നത് ഈസ്റ്റ് റീജിയൻ ആണ്. അപ്പം പസഫിക് താത്തി എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഇങ്ങോട്ട് ഉള്ള അവിടുത്തെ ഒരു പ്രഷറും ഓസ്ട്രേലിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു റീജിയനായിട്ട് നമുക്ക് സപ്പോസ് ഒന്ന് ചിന്തിക്കാം, ഇവിടുത്തെ പ്രഷർ. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കും. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താ വാമർ ആയിട്ടുള്ള ഓഷൻ വാട്ടർ എത്തുന്നുണ്ട് ഒരുപാട്. അപ്പോ ഇവിടുത്തെ ഇതിന്റെ മുകളിലത്തെ എയർ ചൂടായി എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് പോവും. നമ്മൾ അറിയാലോ എങ്ങനെ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ പ്രഷർ കുറവായിരിക്കും. അപ്പൊ ഇവിടുത്തെ പ്രഷർ കുറവായിരിക്കുമല്ലോ. അപ്പൊ ഇവിടുത്തെ എത്രയാണോ പ്രഷർ അതിൽ നിന്ന് ഇവിടുത്തത് കുറയ്ക്കുന്നു. അതായത് ഇവിടുത്തെ ചെറിയ വാല്യൂവിൽ നിന്ന് വലിയ വാല്യൂ ഉള്ള പ്രഷർ കുറയ്ക്കുന്നു. അപ്പം നെഗറ്റീവ് ആയിരിക്കത്തില്ലേ ഉത്തരം? ഇല്ലേ? അപ്പൊ ആ കിട്ടുന്ന വാല്യൂ, അതായത് ഇവിടുത്തെ പ്രഷറിൽ നിന്ന് ഇവിടുത്തെ പ്രഷർ കുറയ്ക്കുമ്പോൾ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു എൽനിനോ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ സ്ട്രെങ്ത്, ആ വാല്യൂ നോക്കിയിട്ട് അതിന്റെ സ്ട്രെങ്തും ഒക്കെ മനസ്സിലാക്കാം, എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെ ചില ക്ലൈമറ്റ് മോഡൽസ് സാറ്റലൈറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എൽനിനോയുടെ സ്ട്രെങ്തും അതിന്റെ ഇഫക്ട്സും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാം. ഇന്ത്യ എന്ന് പറയുമ്പോഴും ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്തോട്ട് വരുന്നുണ്ട്. അപ്പം അവിടെ എന്തായിരിക്കും? മഴ കുറവായിരിക്കത്തില്ലേ? കാരണം നമുക്ക് വാം സർഫസ് വാട്ടർ അത്ര കിട്ടുന്നില്ല. അപ്പൊ നോക്കിക്കേ, India depends on monsoon ആണ്. മൺസൂൺ റെയിൻ ഫോർ അഗ്രികൾച്ചർ. എൽനിനോ വീക്കൻ മൺസൂൺ വിൻസ്. അപ്പോ റെയിൻഫാൾ കുറയും. മനസ്സിലാക്കി പഠിച്ചു പോവാ. അപ്പോൾ നമുക്ക് മഴ കുറഞ്ഞു എന്നുള്ളതാണ് സിറ്റുവേഷൻ. അപ്പൊ ഇന്ത്യയിൽ എന്തൊക്കെയായിരിക്കും ഇഫക്റ്റ്? ഡ്രൗട്ടിന്റെ റിസ്ക് ഉണ്ട്, പുവർ മൺസൂൺ ആണ്, അത് കാരണം ക്രോപ്പ് പ്രൊഡക്ഷൻ കുറയും. റൈസിനെയും വീറ്റിനെയും പൾസസിനെയും അതിന്റെ എല്ലാം പ്രൊഡക്ഷൻ കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് റെഡ്യൂസ്ഡ് അഗ്രികൾച്ചർ ഔട്ട്പുട്ട് എക്കണോമിക്കൽ പ്രോബ്ലം ഉണ്ടാക്കും. ഫുഡ് പ്രൈസസ് എല്ലാം കൂടും, പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടാകും. ഹീറ്റ് വേവ്സ് നമ്മൾ പഠിച്ചിട്ടിരിക്കുകയാണ്. ഹീറ്റ് വേവ്സ് എന്താന്നല്ലേ കഴിഞ്ഞ വീഡിയോസിലൊക്കെ, ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലെ, ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിനകത്ത്. അപ്പൊ ഹീറ്റ് വേവ്സ് ഉണ്ടാകും. ഹയർ ടെമ്പറേച്ചേഴ്സ് ഇൻ സമ്മർ, പിന്നെ പവർ ഷോർട്ടേജസ് എന്തായാലും ഉണ്ടാവുമല്ലോ. ചൂട് കൂടുമ്പോൾ പവർ ഷോർട്ടേജസ് ഉണ്ടാകും. റെയിൻഫാളും കുറവായതിന്റെ കൂട്ടത്തിൽ അല്ലെ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷനെയൊക്കെ എഫക്ട് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് 2015 എൽനിനോ ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വേഴ്സ്റ്റ് ഡ്രോട്ട് ആയിരുന്നു. ഫുഡ് ഷോർട്ടേജ് ഒക്കെ ഉണ്ടായ ഒരു സന്ദർഭമാണ്. ഇനി എങ്ങനെയാണ് ഈ എൽനിനോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഓഷന്റെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ മതി അല്ലേ. നമുക്ക് എൽനിനോ ഉണ്ടാവോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അഡ്വാൻസ് ആയിട്ട്.
അതേപോലെ തന്നെ സാറ്റലൈറ്റ് അല്ലേ, ക്ലൈമറ്റ് മോഡൽസ് ഓർഗനൈസ്ഡ് ബൈ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അതുകൊണ്ട് നോവ USA, ഇതൊക്കെ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ക്ലൈമറ്റിന്റെ ഉണ്ടാവുന്ന ചേഞ്ചസ് മോണിറ്റർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ആ ചേഞ്ചസ് വരുന്നതിനെ കൃത്യമായിട്ട് നോക്കിയിട്ട് എൽനിനോയുടെ സാധ്യത ഉണ്ടോ എന്നൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെ നമുക്ക് അതിന്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാം? ഇത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇത് വായിക്കാതെ തന്നെ പറയാം അല്ലേ. ഡ്രോട്ടാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? കൺസേർവ് ചെയ്യുക വാട്ടർ വീക്ക് മൺസൂൺ ടൈമിൽ. അതുകൊണ്ട് ക്രോപ്പ് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യുക. ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സ് ഒക്കെ നമ്മൾ കൂടുതൽ വളർത്തുക. പിന്നെ എന്താണ്, ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്യാനുള്ള പ്ലാൻസ് ഒക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇനി മഴ ഒരുപാട് കിട്ടുന്നിടത്താണ് ഫ്ലഡ് ഉണ്ടാകും എന്ന് കരുതി അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി ലാനിന നോക്കാം. എൽനിനോയുടെ നേരെ എതിരാണ്. അപ്പം എൽനിനോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ പഠിക്കേണ്ട കാര്യമില്ല. എൽനിനോയിൽ പഠിച്ചതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞ് വന്നാൽ മതി. അപ്പൊ എന്തുവല്ല നമുക്ക് നോക്കാം. ലാനിന എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലൈമറ്റ് ഫിനോമിനയാണ്. ഇവിടെ നോക്കിയേ, മറ്റേത് വാമിംഗ് ആണ് അല്ലേ. ഇത് അൺയൂഷ്വൽ കൂളിംഗ് ആണ്. സീ സർഫസ് ടെമ്പറേച്ചർ കണ്ടോ, എവിടെയാണ്? നമ്മുടെ ഈസ്റ്റേൺ പസഫിക് ഓഷൻ നിയർ ദി ഇക്വേറ്റർ. അപ്പോ ഗ്ലോബ് വരച്ചു. വെസ്റ്റ്, ഈസ്റ്റ്, ട്രേഡ് വിൻഡ് ഇങ്ങനെ അടിക്കും കേട്ടോ. അടിക്കുമ്പോൾ എന്താ വരുന്നത്? വാം സർഫസ് വാട്ടറിനെ വെസ്റ്റിലോട്ട് കൊണ്ടുപോകും. നോർമലി ഉള്ളതിനേക്കാട്ടി കുറച്ച് കൂടുതൽ കൊണ്ടുപോകും. അപ്പൊ ഇവിടെ ഒരുപാട് തണുക്കത്തില്ലേ നോർമലി കാട്ടിലും? അതാണ് അൺയൂഷ്വൽ കൂളിംഗ് ഓഫ് സീ സർഫസ് ടെമ്പറേച്ചർ ഇൻ ദ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക് ഓഷൻ നിയർ ദ ഇക്വേറ്റർ. അതാണ് ലാനിന. മറ്റേത് ചൂടാവുന്നു, ഇത് തണുക്കുന്നു. എന്താ ആ പിക്ചർ നോക്കി കണ്ടോ. ഒരുപാട് ഇത്രയും ഇല്ല നോർമലിന്റെ പിക്ചർ വരുന്ന ഒരു നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്, ഞാൻ കാണിക്കാം. അപ്പൊ ഇത് പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ കാണാം, കണ്ടോ റെഡ് കളറിൽ കണ്ടോ. വാം ഓഷൻ വാട്ടർ ഇത്രയും സ്പ്രെഡ് ആയിട്ടോ ഓസ്ട്രേലിയ, ഏഷ്യ അവിടോട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കോൾഡ് വാട്ടറാണ്, ഒത്തിരിയും അപ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ തണുപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായിക്കോണം, ഇവിടെ പ്രസിപ്പിറ്റേഷന്റെ സാധ്യതകൾ കുറവാണ്, ഇവിടെ വരൾച്ച, ഇവിടെ മഴ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് എൽ നിനോ ആൻഡ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എൽ നിനോ സദേൺ ഓസിലേഷൻ സൈക്കിൾ. അപ്പോൾ എൽ നിനോ സദേൺ ഓസിലേഷൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു ഇത് എൽ നിനോ ഉണ്ടാവുന്നു, പിന്നെ നോർമൽ കണ്ടീഷൻ ഓഷനിലുണ്ടാവുന്നു, പിന്നെ അതിങ്ങനെ ലാനിന നടക്കുന്നു. ഇതൊരു സൈക്ലിക്കൽ ഇവന്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അതിനെയാണ് എൽ നിനോ സദേൺ ഓസിലേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞ് ഇനി ഇവിടെയും അത് കണക്ക് ലാനിനോയും അതിന്റെ ഫ്രീക്വൻസി 2 to 7 years ആണ്. ഇത് 9 months to 2 years വരെ കണ്ടോ ലാസ്റ്റ് ചെയ്യാം. ഇറ്റ് ഓൾസോ ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഗ്ലോബൽ വെദർ പാറ്റേൺ. ഹൗ ഡസ് ലാനിന ഓക്കർ? ഇനി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായേ. ഭയങ്കരമായിട്ട് നോർമലി ഉള്ളതിനെക്കാട്ടി കൂടുതലായിട്ട് സർഫസ് എന്താണ് വാം വാട്ടർ എങ്ങോട്ട് വരും? വെസ്റ്റിലോട്ട് വരും. അപ്പൊ ട്രേഡ് വിൻഡ് സ്ട്രെങ്ത് ആവുന്നു അല്ലേ. ഇപ്പൊ നോർമൽ കണ്ടീഷൻസ് ഒരു പിക്ചർ ഞാൻ കാണിക്കാന്ന് പറഞ്ഞില്ലേ, എന്ന് നോക്കിക്കേ. ഇത് നമ്മുടെ നോർമൽ കണ്ടോ. ട്രേഡ് വെൻസ് നോർമലി അതിന്റെ നോർമൽ സ്ട്രെങ്തില് വീശി അടിക്കുന്നു. ഓഷന്റെ സർഫസ് വാട്ടർ ഇങ്ങോട്ട് പരന്നൊഴുകുന്നു. ഇതാണ് നോർമൽ സിറ്റുവേഷൻ. നോർമൽ ലെവൽ ഓഫ് അപ്വെല്ലിംഗ് ഉണ്ട് ഇവിടെ. അപ്പോ എല്ലാം നോർമൽ ക്ലൈമറ്റ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇൻക്രീസ്ഡ് ട്രേഡ് വിൻഡ്. അപ്പത്തേക്ക് ഭയങ്കര ഒത്തിരി വാം വാട്ടർ ഇങ്ങോട്ടും കൊണ്ടുവന്നു ഉണ്ടോ. അപ്പൊ ഇവിടെ ഭയങ്കരമായിട്ട് തണുത്തു. ഇതാണ് ലാനിന കണ്ടീഷൻ. ഓക്കെ, നോർമൽ കണ്ടീഷൻ ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ട്രേഡ് വിൻഡ് ബ്ലോട്ട് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് അക്രോസ് പസഫിക് പുഷിംഗ് വാം വാട്ടർ ടുവേഴ്സ് ദ ഇന്തോനേഷ്യ ആൻഡ് ഓസ്ട്രേലിയ. ഈസ്റ്റേൺ പസഫിക്കിൽ എന്ത് സംഭവിക്കും? കോൾഡ് വാട്ടർ കൂടും. അതുകൊണ്ട് അടിയിൽ നിന്ന് വെള്ളം മുകളിലേക്ക് പൊന്തി വരും, അപ്വെല്ലിംഗ് നടക്കും.
വെള്ളം നല്ല കൂളായിട്ടിരിക്കും കേട്ടോ. അപ്പം മറൈൻ ലൈഫിനത് സപ്പോർട്ടീവാണ്. ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള കോൾഡ് വാട്ടർ വരുന്നതുകൊണ്ട്. ഇനി ഇനി വെസ്റ്റേൺ പസഫിക്കിലോ? വെസ്റ്റേൺ പസഫിക് ഈ ഒരു പോർഷനിൽ എന്തേ ഈ ഒരു പോർഷനിൽ നിയർ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ വാം അതുകൊണ്ട് ഒരുപാട് പ്രസിപ്പിറ്റേഷൻ കിട്ടുന്നതുകൊണ്ട് ഒരുപാട് മഴ കിട്ടും. ഈസ്റ്റേൺ പസഫിക്കിൽ ക്ലൈമറ്റ് കൂളായിരിക്കും, അതുകൊണ്ട് ഡ്രൈയും ആയിരിക്കും. ഇനി ഈ ലാനിന ടൈമിൽ എന്തൊക്കെയാ സംഭവിക്കുന്നേ? അതും ഇത്രയും കേട്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് തനിയെ പറയാവുന്നതേ ഉള്ളൂ. ട്രേഡ് വിൻസ് സ്ട്രെങ്തൻ ആവും. ഇത് വാം വാട്ടറിനെ പുഷ് ചെയ്യും എങ്ങോട്ട്? വെസ്റ്റേൺ പസഫിക്കിലോട്ട്. അപ്പം അപ്വെല്ലിങ് നടക്കത്തില്ലേ? കോൾഡ് ന്യൂട്രിയൻ റിച്ച് വാട്ടർ അപ്വെൽസ് ചെയ്യും. എവിടൊക്കെയാണ്? സൗത്ത് അമേരിക്ക. അപ്പൊ അത് കൂൾ ചെയ്യുന്ന ഏത് ഭാഗത്തെയാണ്? ഈസ്റ്റേൺ പസഫിക് ഓഷനെ കൂൾ ചെയ്യും. ഇതെല്ലാം നമുക്ക് ഇനിയിപ്പോ തന്നെ പറയാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഇനി എവിടെയാണ് ഏറ്റവും കൂടുതൽ റെയിൻഫാൾ കിട്ടുക? ഏറ്റവും കൂടുതൽ റെയിൻഫാൾ കിട്ടുന്നത് വെസ്റ്റേൺ സൈഡിലോട്ടല്ലയോ? ട്രേഡ് വിൻഡ് ഒരുപാട് വാം സർഫസ് വാട്ടറിനെ കൊണ്ടുവന്നോളൂ. അപ്പൊ അവിടെ പ്രസിപ്പിറ്റേഷൻ കൂടി നല്ല മഴ. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ. പക്ഷേങ്കിൽ ആ സമയം സൗത്ത് അമേരിക്കയിൽ പ്രസിപ്പിറ്റേഷൻ കുറവായിരിക്കും, കാരണം വാമ വാട്ടർ അവിടെ എത്തുന്നില്ല. ഡ്രൈ കണ്ടീഷൻ ആയിരിക്കും സൗത്ത് അമേരിക്കയിൽ. ഇനി ഗ്ലോബൽ വെതറിൽ ലാനിനയുടെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് വേൾഡ് വൈഡ്? നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ എല്ലാം ഓപ്പോസിറ്റ്. സൗത്ത് അമേരിക്കയിൽ നേരത്തെ മഴയായിരുന്നു നമ്മൾ കണ്ടതല്ലേ? ഡ്രോട്ട്, കോൾഡർ ദാൻ നോർമൽ ടെമ്പറേച്ചർ. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ നേരത്തെ ഡ്രോട്ട് ആയിരുന്നു എൽനിനോയുടെ ടൈമിൽ. ഇവിടെ മോർ റെയിൻഫാൾ, ഇവിടെ ഫ്ലഡ്സ് ഡ്യൂ ടു വാം ഓഷൻ വാട്ടർ. ഇന്ത്യ, സൗത്ത് ഏഷ്യയിലും അതേപോലെ തന്നെ. നേരത്തെ മഴ കുറവ്, മൺസൂൺ കുറവായിരുന്നു, ഇവിടെ മൺസൂൺ കൂടി. ഹയർ റെയിൻഫാൾ, ബെറ്റർ ക്രോപ്പ് ഈൽഡ്സ്. ലാനിനയാണ് നമുക്ക് കൊള്ളാവുന്നത് അല്ലേ? ഇനി നോർത്ത് അമേരിക്കയിലോ? നോർത്ത് അമേരിക്കയിൽ നോർത്ത് US, കാനഡ, അവിടെയും അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ കൂളറാണ്. പിന്നെ സ്റ്റോമി ആയിട്ടുള്ള വിന്റേഴ്സ് ആണ്, ഹെവി സ്നോ ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്, കാരണം കൂൾ ക്ലൈമറ്റ് നോർത്ത് കിട്ടുന്നത് കൊണ്ട്. സതേൺ യു എസ് നമ്മൾ കണ്ടു, അവിടെ പ്രസിപ്പിറ്റേഷൻ കുറവാണ്. അവിടെ ഡ്രൈ ആൻഡ് വാമർ കണ്ടീഷൻ ആണ്. ഡ്രൗട്ട് ഈ പ്രാവശ്യം കൂടുതൽ സതേൺ US ആഫ്രിക്ക നടുക്കാട്ട് വരുന്നല്ലേ? അവിടെ ഈസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലോബൽ ടൂവേഴ്സ് ഈസ്റ്റിലോട്ടുള്ള അങ്ങോട്ടുള്ള ആഫ്രിക്കയിൽ ഡ്രോട്ട്, കാരണം അവിടെ പ്രസിപ്പിറ്റേഷൻ കുറവ്, അതുകൊണ്ട് ഫുഡ് ഷോർട്ടേജ് ഒക്കെ ഉണ്ടാകും. പക്ഷേങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ മോർ റെയിൻ ആൻഡ് ഫ്ലഡ്സിന്റെ ചാൻസ് ഉണ്ട്. ഓഷ്യൻസ് ആൻഡ് മറൈൻ ലൈഫിലെ ഇമ്പാക്ട്സ് പറഞ്ഞ അപ്വെല്ലിംഗ് നല്ലോണം ഉണ്ടല്ലോ. മോർ കോൾഡ് വാട്ടർ അപ്വെല്ലിംഗ് ഉള്ളത് കൊണ്ട്, കോസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക. അപ്പം അതുള്ളത് കൊണ്ട് ഫിഷ് പോപ്പുലേഷൻ ഒക്കെ കൂടും. പിന്നെ ഫ്യൂവർ ഹ്യൂരിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂരിക്കൻസിന്റെ അളവ് കുറയും അറ്റ്ലാന്റിക്കിൽ. ഈ ഹ്യൂരിക്കൻസ് എന്ന് പറഞ്ഞാലും ടൈഫൂൺസ് എന്ന് പറഞ്ഞാൽ സൈക്ലോൺസ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ സൈക്ലോൺസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സതേൺ റീജിയനിൽ ഉണ്ടാവുന്നതിനെയാണ് സൈക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോർത്ത് അല്ലേ, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പം നോർത്ത് വെസ്റ്റേൺ സൈഡിൽ ഉണ്ടാവുന്നതിനെ ടൈഫോൺസ് എന്ന് പറയും. നമുക്ക് നോർത്ത് ഈസ്റ്റിലുള്ളതിനെ ഹ്യൂറിക്കെയിൻസ് എന്നും പറയും. ഇതെല്ലാം സൈക്ലോണുകൾ തന്നെയാണ്, പല പേരിൽ അറിയപ്പെടുന്നു, ലൊക്കേഷൻ വൈസ് എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് കണ്ടു ഹ്യൂറിക്കെയിൻസ് എവിടെയാ? ഇവിടെ എന്താണ് കൂളർ ക്ലൈമറ്റ് അല്ലേ? അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് സൈക്ലോൺ ഉണ്ടാവുന്നത് വാം എന്താണ് ഓഷൻ ആ ഒരു ടൈമിലാണ് സൈക്ലോൺസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹ്യൂറിക്കെയിൻസ് കുറയത്തേ അല്ല ഉള്ളൂ. അതാണ് ഫ്യൂവർ ഹ്യൂറിക്കെയിൻസ് ഇൻ അറ്റ്ലാന്റിക്. പക്ഷെ എങ്കിൽ ഇവിടെ നമ്മൾ കണ്ടു ട്രേഡ് വിൻഡ് ശക്തി പ്രാപിച്ചു ഇങ്ങോട്ട് ഒരുപാട് വാമർ എന്താണ് സർഫസ് ഓഷൻ വാട്ടർ വരുന്നുണ്ട്. ഇവിടെ എയർ ചൂടാവുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ് ഒരു സൈക്ലോൺ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം മോർ ടൈഫോൺസ് ഇൻ വെസ്റ്റേൺ പസഫിക്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പാക്ട്. ഇനി എക്കണോമിക് ഇഫക്ട്സ് നമുക്ക് പറയാൻ പറ്റും. ബെറ്റർ ക്രോപ്പ് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഉണ്ടാവും, ഇന്ത്യ, ഓസ്ട്രേലിയ, ഡ്യൂ ടു സ്ട്രോങ് മൺസൂൺസ്. എന്നാൽ സൗത്ത് അമേരിക്കയിൽ വരുമ്പോഴത്തേക്കും മഴയൊക്കെ കുറയുന്നുണ്ട്, പുവർ അഗ്രികൾച്ചർ ആണ്. പാർട്സ് ഓഫ് ആഫ്രിക്ക, അതായത് ഏത് ആഫ്രിക്ക ആയിരിക്കും? ഈസ്റ്റ് ആഫ്രിക്കയിൽ അല്ലേ, ഡ്രൗട്ട് ആയിരിക്കും.
പിന്നെ നോർത്ത് അമേരിക്കയിൽ കോൾഡ് വിന്റേഴ്സ് ആയതുകൊണ്ട് അവിടെ ഹീറ്ററൊക്കെ ഒത്തിരി ഉപയോഗിക്കേണ്ടി വരുന്നു. ഹൈ എനർജി ഡിമാൻഡൊക്കെ ആയിരുന്നു. ഡിമാൻഡൊക്കെ ആയി വരും. ഇനി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നേരത്തെ കണ്ട കണക്ക് സീ സർഫസ് ടെമ്പറേച്ചർ നോക്കിയിട്ട് നേരത്തെ എന്ത് വരുന്നു? നോർമലിൽ നിന്ന് എന്താ 5 കോൺസിക്യൂട്ടീവ് മന്ത് നോർമൽ ഓഷൻ സർഫസിൽ നിന്ന് 0.5 കൂടുകയാണെങ്കിൽ നല്ലേ. ഇവിടെ കുറയുകയാണെങ്കിൽ കണ്ടോ, നേരെ എൽ നിനോയുടെ ഓപ്പോസിറ്റ്. അപ്പോൾ നോർമൽ ഓഷൻ ടെമ്പറേച്ചർ, സർഫസ് വാട്ടർ ടെമ്പറേച്ചർ 0.5 ഡിഗ്രി കുറയുകയാണെങ്കിൽ എത്ര നാള്? 5 കോൺസിക്യൂട്ടീവ് മന്ത്സ് കുറയുകയാണെങ്കിൽ അത് എന്തിന്റെ സിമ്പലാണ്? ലാനിനയുടെ സിമ്പലാണ്. പിന്നെ സദേൺ ഓസിലേഷൻ ഇൻഡെക്സ്, അത് പ്രഷറില്ല നോക്കുന്നത്. എവിടത്തേക്കായിരുന്നു നമുക്കറിയാലോ, താർട്ടി ആൻഡ് ഡാർവിൻ. അപ്പോൾ എവിടേക്കായിരുന്നു? ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഇവിടുത്തത് പിന്നെ ഇവിടുത്തെയും പ്രഷർ തമ്മിൽ നോക്കും. എൽനിനോയുടെ ടൈമിൽ ഇതിന്റെ ഡിഫറൻസിൽ നെഗറ്റീവ് വാല്യൂ കണ്ടാൽ എൽനിനോ, അപ്പോൾ പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ ലാനിന പോസിറ്റീവ് ആണെങ്കിൽ അത് എങ്ങനെ വരും? കാരണം ഇവിടുന്ന് ഇത് കുറയ്ക്കുക എന്നുള്ളതല്ലയോ. ഇവിടെ ഇപ്പോൾ പ്രഷർ കൂടുതൽ, ഇവിടെ കുറവും, അപ്പോൾ പോസിറ്റീവ് വാല്യൂ എല്ലാം കിട്ടുള്ളൂ. അപ്പം അങ്ങനെ മെഷർ ചെയ്യാം, തിരിച്ചറിയാൻ പറ്റും. പിന്നെ ക്ലൈമറ്റ് മോഡൽസ് ആൻഡ് സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ട് ലാനിന കണ്ടുപിടിക്കാം. അതിന്റെ സ്ട്രെങ്തും അതിന്റെ ഇഫക്ട്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിൽ എന്തൊക്കെയാണ് ഇമ്പാക്ട്? എന്താണ് ഇന്ത്യ അഫക്റ്റഡ് ആവുമെന്ന് പറയുന്ന കാരണം നല്ല മൺസൂൺ ആയിരിക്കും ജൂൺ ടു സെപ്റ്റംബർ. പസഫിക് ഓഷനിലെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ ഈ സംഭവം എല്ലാം പറയുന്നത്, എൽനിനോയും ലാനിനയും എല്ലാം. അപ്പം മൺസൂൺ നല്ല സ്ട്രോങ് മൺസൂൺ ആയിരിക്കും. അപ്പം മോർ റെയിൻഫോൾ ആണ്, ഗുഡ് ക്രോപ്പ് ഒക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ ഫ്ലഡ് നമ്മൾ അതിൻ്റെ കൂടെ പ്രതീക്ഷിക്കണം. എബോവ് ആവറേജ് മൺസൂൺ റെയിൻ. അഗ്രികൾച്ചറിനൊക്കെ സൂപ്പറാണ് കേട്ടോ. അഗ്രികൾച്ചർ, റൈസ്, വീറ്റ്, പൾസസ് അതെല്ലാം നല്ല വിളവ് കിട്ടും. ബെറ്റർ ക്രോപ്പ് ഈൽഡ്സ്, പിന്നെ എന്താണ്, മൊത്തത്തിൽ ഫാം ഔട്ട്പുട്ട് കൂടും, എക്കണോമി കൂടും. പക്ഷേ ഫ്ലഡിന്റെ റിസ്ക് ഉണ്ട്. ഫ്ലഡ്, പിന്നെ മണ്ണിടിച്ചില്, അതാണ് ലാൻഡ് സ്ലൈഡ്സ്, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കോൾഡർ ആയിട്ടുള്ള വിന്റേഴ്സ്, അത് എവിടെയാണ്? ലാനിന വിന്റേഴ്സ് ഇൻ ഇന്ത്യ കോൾഡർ ആയിരിക്കും ദാൻ യൂഷ്വൽ ഡ്യൂ ടു സ്ട്രോങ്ങർ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് കാരണം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 2021-22 ലാനിന. ഇത് കാരണം എക്സസീവ് റെയിൻഫാൾ ഉണ്ടായി. അപ്പം ക്രോപ്സിന് നല്ലതായിരുന്നു, പക്ഷേ ഫ്ലഡും ചില റീജിയൻസിൽ ഉണ്ടായി. എങ്ങനെയാണ്ട് പ്രെഡിക്റ്റ് ആൻഡ് മിറ്റിഗേറ്റ് ചെയ്യാം? ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് നോയ അവർക്ക് മോണിറ്റർ എല്ലാം ഓഷന്റെ നേച്ചർ, അത് അവയുടെ ഫീച്ചേഴ്സ്, അതിന്റെ ചേഞ്ച് ഇൻ ബിഹേവിയർ ഒക്കെ നോക്കിയിട്ടാണ് തിരിച്ചറിയുന്നത്. സാറ്റലൈറ്റ് ഡേറ്റ വെച്ചിട്ടും ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. മന്ത് വൈസ് നോക്കണം. എന്താണ് സൊല്യൂഷൻ? ഫ്ലഡ് മാനേജ്മെന്റ് എന്ത് ചെയ്യണം? നല്ല ഡ്രെയിനേജ് സിസ്റ്റംസ് ഒക്കെ, വെള്ളമൊക്കെ ഒഴുകി പോകണം. വെള്ളം ഇങ്ങനെ മഴ പെയ്തിട്ട് എവിടെയും അടഞ്ഞ് ഡ്രെയിനേജ് എല്ലാം എന്തെങ്കിലുമൊക്കെ വന്ന് അടഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് ഇടണം അല്ലേ. പിന്നെ വാണിംഗ് കൊടുക്കാനുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത്രയും എക്യുപ്ഡ് ആയിരിക്കണം. പിന്നെ ക്രോപ്പ് കൃഷി ചെയ്യുന്ന രീതികളെല്ലാം ഈ വെള്ളപ്പൊക്കം വരുന്ന സ്ഥലമാണോ അങ്ങനെയൊക്കെ കണ്ട് കരയ്ക്ക് ആ ലാൻഡിന് ഉതകുന്ന രീതിയിലുള്ള ക്രോപ്സ് ഒക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ കോൾഡ് വെതർ പ്ലാനിങ്, ഭയങ്കര ഹാർഷ് വിന്റർ ആണ് വരുന്നത്, അതുകൊണ്ട് ഹീറ്റിംഗ് ആൻഡ് ഷെൽട്ടർ ഫെസിലിറ്റീസ് ഒക്കെ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം ഇത്രയുമാണ് എൽ നിനോ ആൻഡ് ലാ നിന. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദ സെക്ഷൻ. താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in the Benz.